ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് വഴുതനങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വഴുതനങ്ങ തൊക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇഡ്ഡലി, ദോശ, തൈര് സാദം, നമ്മുടെ സാധാരണ മീൽസ്, പിന്നെ ചപ്പാത്തി എന്നിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ തൊക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 6 ചെറിയ പിഞ്ച് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവോള, വലുതാണെങ്കിൽ പകുതി മതിയാവും. പിന്നെ വേണ്ടത് ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇനിയൊരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും, പിന്നെ ചെറിയൊരു പീസ് കായാണ്. അത് ഞാനൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്. ഞാനിവിടെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി ആ ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി ചില്ലി മുഴുവനായിട്ടുള്ളതുണ്ടല്ലോ, ഉണക്ക കാശ്മീരി ചില്ലി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനിവിടെ പൊടി സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ എരിവിനായിട്ടുള്ള ഉണക്കമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. ഇപ്പോൾ ഇതേ കായൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടണം, എങ്കിലേ കായൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം, അതായത് ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല രീതിയിൽ നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തൊക്ക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്യാം. വഴുതനങ്ങ കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ആ ഞെട്ടിയുടെ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് 4ആയിട്ടൊന്ന് പിളർന്നെടുക്കുക. മുഴുവനായിട്ട് മുറിച്ച് മാറ്റണ്ട, അതുമ്പോൾ തന്നെ വെച്ചിട്ട് ഈ അറ്റം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇതേപോലെ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എല്ലാ വഴുതനങ്ങയും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൽച്ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. തൊക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് കുറച്ചും കൂടി നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടുവരും. തൊക്കെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പുറത്തത്തെ പർപ്പിൾ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി ഇതേ രീതിയിൽ ഒന്ന് സോഫ്റ്റായി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. മേൽഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരണം. ഈ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളുടെ വഴുതനങ്ങ ഇങ്ങനെ ചെയ്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. വഴുതനങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ എണ്ണയിലേക്ക് കുറച്ചും കൂടി ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൊക്കിനൊക്കെ കുറച്ച് എണ്ണ അധികം വേണം, എങ്കിലാണ് കേടുകൂടാതിരിക്കാനും ടേസ്റ്റും കൂടുതൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 10 മണി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ ഈ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി സവോളയും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും കൂടെ ഒരുമിച്ച് വഴറ്റാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ അധികം മൂത്ത് കിട്ടില്ല, വഴണ്ട് വരില്ല. അത് കാരണം കൊണ്ടാണ് വീണ്ടും നമ്മളൊന്നും കൂടെ അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് എണ്ണയിൽ വഴണ്ട് വരണം. അതാണ് ഈ തൊക്കിൻ്റെ ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ്. ഒട്ടും രുചിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഈ ഇളക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടില്ലേ, നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ 4ആയിട്ട് പിളർന്ന് വിട്ടുവരും. കണ്ടില്ലേ, ഓരോ കഷ്ണങ്ങളായിട്ട് വിട്ടുവരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ വേണ്ടത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല പൊടിക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്. നല്ല തൊക്കിനൊക്കെ നല്ലൊരു റെഡ് കളർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് കുത്തുമ്പോൾ കണ്ടില്ലേ വഴുതനങ്ങ നന്നായിട്ട് ഇങ്ങനെ പിളർന്ന് വരുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന തൊക്ക് മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വഴറ്റിയെടുക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നല്ലെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തൊക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവരും നമ്മളിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വഴുതനയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് ഈ ഗ്രേവിയിൽ ഉടഞ്ഞ് ചേരണം. ആ ഒരു രീതിയിൽ വരെ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ പുളിവെള്ളം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇടയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കറക്റ്റ് ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ വഴുതനങ്ങ ഉടച്ചുടച്ച് കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പോഴാണ് അതങ്ങനെ ഉടഞ്ഞ് ആ ഒരു മസാലയായിട്ട് അങ്ങോട്ട് മാറുള്ളൂ. നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ തക്കാളിത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ, അത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി പീസായിട്ടൊന്നും കിട്ടില്ല അല്ലേ. ആ ഒരു രീതിയിൽ എണ്ണയായിട്ട് നമുക്ക് ഈ ഒരു വഴുതനങ്ങയും കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് ഉടച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വഴുതനങ്ങാത്തൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റും. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഹൽവയ്ക്കൊക്കെ ഉള്ള ആ ഒരു പാകം ഉണ്ടല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകം, ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എണ്ണ എത്രത്തോളം നിങ്ങൾ ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഞാൻ എങ്കിലേ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഫസ്റ്റ് ടൈമിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്തിലേക്ക് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ എണ്ണയും കൂടെ കറക്റ്റ് ആ അളവിന് വന്നപ്പോൾ അതാ നല്ല രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു അസാധ്യ രുചിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങാത്തൊക്കാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.